നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാന പിടിക്കാൻ നിർണായക നീക്കവുമായി രംഗത്ത് വന്ന് ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ലക്ഷ്യം വെച്ചാണ് പുതിയ പദ്ധതികളുമായി ബി.ജെ.പി. ഹരിയാനയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഹരിയാന തിരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഒരു ഘടകമാണ് ജാട്ട് സമുദായം. ജാട്ടുകളുടെ പൊതുവികാരം ആർക്ക് അനുകൂലമാകുന്നോ അവർ അധികാരത്തിലെത്താനുള്ള സാധ്യതയാണ് ഹരിയാനയിൽ കാണുന്നത്. 2019 10 സീറ്റുകൾ ലഭിച്ച ഹരിയാനയിൽ ഇത്തവണ പക്ഷേ ബി.ജെ.പി. ഒരൽപ്പം പുറകോട്ട് പോയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും ബി.ജെ.പിയുടെ അഴിമതിരഹിത മികച്ച ഭരണവും വലിയ ജനപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ചില സാമൂഹിക ഘടകങ്ങളും കണക്കിലെടുത്ത് മതിയാകുമെന്ന് ബി.ജെ.പി. നേതൃത്വത്തിന് അറിയാം. ജാതി വിഘടനവാദം ഫലപ്രദമായി ഉപയോഗിച്ചാണ് ഇത്തവണ കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ ജനങ്ങളെ കബളിപ്പിച്ചത്. അത്തരത്തിലൊരു നടപടി ഇനി ആവർത്തിക്കരുത് എന്ന് ബി.ജെ.പിക്ക് നിർബന്ധമുണ്ട്. പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങൾ നേതൃത്വത്തോട് പറയുന്നതും ഇത് തന്നെയാണ്. അതിനാൽ തന്നെ ജാട്ട് വിഭാഗത്തെ കൂടെ നിർത്താനുള്ള നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. ഇതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൈവരിക്കാനാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് മുൻ കോൺഗ്രസ് നിയമസഭാ അംഗം കിരൺ ചൗധരിയെയും മകൾ മുൻ പാർലമെന്റിൽ ശ്രുതി ചൗധരിയെയും ബി.ജെ.പി. ബുധനാഴ്ച പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. കിരണും അവരുടെ ശ്രുതി ചൗധരിയും രാഷ്ട്രീയമായി സ്വാധീനമുള്ള ജാട്ട് കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അവരുടെ പിതാവ് ബാൻസിലാൽ മുൻ ഹരിയാന മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്നു. ഇതോടുകൂടി ഹരിയാനയിൽ ബി.ജെ.പിയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു തെറ്റുമുണ്ടാകില്ല. ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ മനോഹർ ലാൽ ഖട്ടാർ, ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുങ് എന്നിവർ കിരൺ ചൗധരിയുടെ ബി.ജെ.പി. അംഗത്വ ചടങ്ങിൽ പങ്കെടുത്തു. 2047 വികസിത ഇന്ത്യ വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാരണമാണ് ഇന്ന് ഞാൻ ഈ തീരുമാനമെടുത്തത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യ ലോകത്ത് തിളങ്ങുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രധാനമന്ത്രി നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ചരിത്രപരമായ 3ാം തവണയും ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചതെന്നും ബി.ജെ.പിയിൽ ചേർന്നതിനു ശേഷം കിരൺ ചൗധരി പറഞ്ഞു. ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഇക്കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ തങ്ങളുടെ പ്രവർത്തനം കേന്ദ്രം പിടിച്ചതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ബി.ജെ.പി. രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്നും അഴിമതിക്കാരിൽ നിന്നുമെല്ലാം സംസ്ഥാനങ്ങളെ മോചിപ്പിക്കുക എന്നത് തന്നെയാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയുടെ കുടില തന്ത്രങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുക എന്ന് തന്നെ വേണമെന്ന് ബി.ജെ.പി. മനസ്സിലാക്കുന്നുണ്ട്. അതിനുവേണ്ടി നടത്തിയ ശക്തമായ നീക്കങ്ങളുടെ തുടക്കമാണ് ഹരിയാനയിൽ കണ്ടതും. ഇനി കളി മാറാൻ പോവുകയാണ് എന്ന് കോൺഗ്രസിന്റെ രാജകുമാരൻ അറിയാൻ പോകുന്ന നാളുകളാണ് വരാൻ പോകുന്നതും.